എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടന്റ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ 22-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. LDC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിന്ന് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഡിസംബർ 22-ന്റെ പ്രത്യേകതയാണ്. ഡിസംബർ 22 എന്ന് പറയുന്നത് ദേശീയ ഗണിത ദിനം. എന്താണ് ഡിസംബർ 22-ന്റെ പ്രത്യേകത? ദേശീയ ഗണിത ദിനം. അപ്പോൾ ഈ ഒരു ദിനാചരണത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ സാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്രീനിവാസ രാമാനുജന്റെ എന്താണ് സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ജന്മവാർഷികം എന്ത് ചെയ്യുന്നു? നമ്മൾ ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ആരോടുള്ള സ്മരണാർത്ഥമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനിവാസ രാമാനുജനോടുള്ള സ്മരണാർത്ഥമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. അത് വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. അപ്പൊ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട 2 നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ നിയമനം നമുക്ക് നോക്കാം. അതായത് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അപ്പൊ എന്തിന്റെയാണ്? റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അത് സഞ്ജയ് സിംഗ്. ആരാണ്? സഞ്ജയ് സിംഗ് ആണ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യം ഓർക്കുക. അപ്പൊ എന്താണ് ഇതിന്റെ ഇലക്ഷനൊക്കെ വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്തു വയ്ക്കുക, റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജയ് സിംഗ് ആണ്. ഇനി അടുത്ത് നോക്കാനുള്ള നിയമനം എന്ന് പറയുന്നത് അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൻ പോളിസി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അപ്പൊ എന്താണ്? അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൻ പോളിസി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് M സതീഷ് കുമാർ. ആരാണ്? M സതീഷ് കുമാർ ആണ് അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച എന്തിന്റെ? അർബൻ പോളിസി കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നിയമനം കൂടി ഒന്ന് ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ്. അതായത് ഐസ്ലൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസിന് 2023 അർഹത നേടിയ ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? അപ്പോൾ ഒരു ഇന്ത്യൻ സ്ഥാപനത്തിന് ഏത് പ്രൈസ് ലഭിച്ചു? അതായത് ഐസ്ലൻഡിലുള്ള എക്സ്പ്ലോറേഷൻ മ്യൂസിയത്തിന്റെ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ചു. അപ്പൊ അത് ഏത് സ്ഥാപനം എന്നാണ്? ISRO ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ISRO എന്ന് പറയുന്നത് 1969 രൂപീകൃതമായത്. ഈ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അതിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് S സോമനാഥ് ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ISROയ്ക്ക് 2023 ഒരു പുരസ്കാരം ലഭിച്ചു നമ്മൾ പറഞ്ഞു. എന്ത് പുരസ്കാരമാണെന്ന് പറഞ്ഞു? അതായത് ഐസ്ലൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ പുരസ്കാരമാണെന്ന് പറഞ്ഞു. എന്ത് പുരസ്കാരമാണ്? ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇനി എന്തിനാണ് ഈ ഒരു പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിജയകരമായിട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്, അതായത് ചന്ദ്രയാൻ 3യുടെ വിജയത്തിനോടുള്ള ആദരസൂചകമായി ഈ ഒരു പുരസ്കാരം ISROയ്ക്ക് നൽകിയത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചന്ദ്രയാൻ 3 ആണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്നും ഓർത്തെടുക്കുക. എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? 2023 ഏത് മാസം? ജൂലൈ മാസം 14-ാം തീയതി. അപ്പോൾ 2023 ജൂലൈ 14-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. എന്നാണ് അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത്? അത് ഓഗസ്റ്റ് 5-നാണ്. 2023 ഓഗസ്റ്റ് 5-ന് എന്ത് ചെയ്തു? അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ഇനി എന്നാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? അത് ഓഗസ്റ്റ് 23-നാണ്. എന്നാണ്? ഓഗസ്റ്റ് 23. അപ്പോൾ 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രൻ എന്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ആ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ സ്മരണയ്ക്കായിട്ട് നമ്മൾ ഏത് ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു? അത് ദേശീയ ബഹിരാകാശ ദിനം. അതുകൂടി ഓർക്കുക. ഇനി അതിനൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആ പോയിന്റിന് പറയുന്ന പേരെന്താണ്? അത് ശിവശക്തി പോയിന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. എങ്കിലും വരാൻ പോകുന്ന പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ഇതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. അതായത് മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EV രാമകൃഷ്ണൻ. ആർക്കാണ്? EV രാമകൃഷ്ണൻ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. എന്താണ്? മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം എന്നുള്ള
കാര്യം കൂടി ഓർക്കുക. അപ്പോൾ 2023 എന്താണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2022 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കായിരുന്നു? അത് പ്രൊഫസർ എം തോമസ് മാത്യു. ആർക്കായിരുന്നു? തോമസ് മാത്യുവിനാണ്. അത് ഓർക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ് 2023 കാര്യമാണ് പറഞ്ഞത്. 2022 ആർക്കാണ്? തോമസ് മാത്യു ആണ്. അപ്പോൾ 2022 തോമസ് മാത്യു, 23 EV രാമകൃഷ്ണൻ. ഇനി തോമസ് മാത്യുവിന് ഏത് കൃതിക്കാണ് എന്താണ് ഈ ഒരു അംഗീകാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആശാന്റെ സീതായനം. ഏതാണ്? ആശാന്റെ സീതായനമാണ്. ഇനി എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ 2023 വിവർത്തനത്തിനുള്ള പുരസ്കാരം കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അത് പ്രഖ്യാപിക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം? അത് ചർച്ച ചെയ്യാം. 2022 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു? അത് ചാത്തനാത്ത് അച്യുതനുണ്ണി. ആർക്കാണ്? ചാത്തനാത്ത് അച്യുതനുണ്ണിക്കാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാമനാചാര്യന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി. ഏതാണ്? വാമനാചാര്യന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി എന്നുള്ള കൃതിക്കാണ്. ഇനി അതുപോലെ തന്നെ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു? അത് പ്രിയ AS നാണ്. ആർക്കാണ്? പ്രിയ AS നാണ്. നമ്മൾ ചർച്ച ചെയ്താണ് എങ്കിലും ഓർത്തെടുക്കുക. പ്രിയ AS നാണ് 2023 ബാലസാഹിത്യ പുരസ്കാരം. ഏതാണ് കൃതി എന്ന് പറയുന്നത്? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അങ്ങനെയാണെങ്കിൽ 2022 ബാലസാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു? അത് സേതുവിനാണ്. ഏതാണ് കൃതി? ചേക്കുട്ടി. ഇനി അതുപോലെ തന്നെ 2023 യുവ പുരസ്കാരം ആർക്കാണ്? അത് ഗണേഷ് പുത്തൂർ. ആർക്കാണ്? ഗണേഷ് പുത്തൂറിനാണ്. ഏതാണ് കൃതി? അച്ഛന്റെ അലമാര. ഏതാണ്? അച്ഛന്റെ അലമാര. അങ്ങനെയാണെങ്കിൽ 2022 യുവ പുരസ്കാരം ആർക്കായിരുന്നു? അത് അനഘ ജെ കോലത്ത്. ഏതാണ് കൃതി? മെഴുകുതിരിക്ക് സ്വന്തം തീപ്പട്ടി. അപ്പൊ ഇതൊക്കെ വളരെ റിപ്പീറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക? വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അതായത് ഈ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, തമിഴ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയെ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. രാജശേഖരൻ. ആരാണ്? രാജശേഖരനാണ്. ആ ഒരു പേര് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. രാജശേഖരൻ. പക്ഷെ ഇദ്ദേഹത്തിന്റെ തൂലികാ നാമം എന്ന് പറയുന്നത് ദേവി ഭാരതി. എന്താണ്? ദേവി ഭാരതി എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് രാജശേഖരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നീർവഴി പാടും എന്നുള്ള പുസ്തകത്തിനാണ് പുരസ്കാരം എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡാണ്. അതായത് FIH ഹോക്കി സ്റ്റാർസ് അവാർഡ് 2023. അപ്പോൾ 2023 FIH ഹോക്കി സ്റ്റാർസ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാറ്റഗറികളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ കാറ്റഗറി നോക്കാം, മികച്ച പുരുഷ താരം. അപ്പോൾ എന്താണ് മികച്ച പുരുഷ താരം അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ ഇയർ കാറ്റഗറിയിൽ നിന്നാണ് പുരുഷ വിഭാഗത്തിൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർദിക് സിംഗ്. ആർക്കാണ്? ഹർദിക് സിംഗ് ആണ്. ഹർദിക് സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ താരമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഹർദിക് സിംഗ് ഇന്ത്യൻ ഹോക്കി താരമാണ്. അദ്ദേഹത്തിനാണ് മികച്ച പുരുഷ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത്. ഇനി മികച്ച വനിതാ താരത്തിലേക്ക് വരികയാണെങ്കിൽ മികച്ച വനിതാ താരം സാൻഡി വാർഡ്. ആരാണ്? സാൻഡി വാർഡ് ആണ്. സാൻഡി വാർഡ് എന്ന് പറയുന്നത് നെതർലൻഡ് താരമാണ്. ഇതാണ് നെതർലൻഡ് താരമാണ് സാൻഡി വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാൻഡി വാർഡിനാണ് എന്താ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ മികച്ച ഗോൾ കീപ്പർ എന്നുള്ള കാറ്റഗറിയാണ്. മികച്ച ഗോൾ കീപ്പർ എന്നുള്ള കാറ്റഗറി പുരുഷ വിഭാഗം, വനിതാ വിഭാഗം. അപ്പോൾ അതിലെ പുരുഷ വിഭാഗത്തിൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിർമിൻ ബ്ലാക്ക്. ആർക്കാണ്? പിർമിൻ ബ്ലാക്ക് ആണ്. പിർമിൻ ബ്ലാക്ക് എന്ന് പറയുന്നത് നെതർലൻഡ് താരമാണ്. അപ്പോൾ നെതർലൻഡ് താരമാണ് ആരെന്ന് പറയുന്നത്? പിർമിൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ മികച്ച ഗോൾ കീപ്പർ വനിതാ വിഭാഗം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സവിത പൂനിയ. ആർക്കാണ്? സവിത പൂനിയയ്ക്കാണ്. സവിത പൂനിയ ഇന്ത്യക്കാരിയാണ്. വളരെ കാര്യമായിട്ട് ഓർക്കുക, ഇന്ത്യക്കാരിയാണ് സവിത പൂനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹോക്കി താരമാണ് സവിത പൂനിയ. ഇനി തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ വർഷമാണ് സവിത പൂനിയയ്ക്ക് FIH ഹോക്കി സ്റ്റാർസ് അവാർഡ് ലഭിക്കുന്നത്. ആ ഒരു കാര്യം കൂടി ഓർക്കുക, തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ വർഷമാണ് FIH ഹോക്കി സ്റ്റാർസ് അവാർഡിൽ മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? സവിത പൂനിയയ്ക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക, പ്രത്യേകിച്ച് ഓരോ താരങ്ങളും അവർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റാണി റാംപാൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? PSC അടുത്തിടയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, ഹോക്കി താരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കുക, സവിത പൂനിയ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ്. അപ്പോൾ സവിത പൂനിയ നമ്മൾ പറഞ്ഞു FIH ഹോക്കി സ്റ്റാർസ് അവാർഡ് 2023 മികച്ച ഗോൾ കീപ്പർ വനിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സവിത പൂനിയയ്ക്കാണ്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച പുരുഷ ടീം കോച്ച്, മികച്ച വനിതാ ടീം കോച്ച്. അപ്പോൾ അതിലെ മികച്ച പുരുഷ ടീം കോച്ചിനുള്ള പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രേ ഹെന്നിങ്. ആർക്കാണ്? ആൻഡ്രേ ഹെന്നിങ് ആണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ജർമ്മൻ ടീമിന്, അതായത് ജർമ്മനി ടീമിന്റെ കോച്ചാണ്. ആരെന്ന് പറയുന്നത്? ആൻഡ്രേ ഹെന്നിങ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ
മികച്ച വനിതാ ടീം കോച്ച് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലിസൺ അന്നൻ. ആരാണ്? ആലിസൺ അന്നൻ ആണ്. ആലിസൺ അന്നൻ എന്ന് പറയുന്നത് ചൈനീസ് വനിതാ ടീമിന്റെ കോച്ചാണ്. ആരെന്ന് പറയുന്നത്? ആലിസൺ അന്നൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി അടുത്ത കാറ്റഗറി റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ. എന്താണ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതിലുമുണ്ട് പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും. അപ്പൊ അതിലെ പുരുഷ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഗ്യാസ്പാഡ് സേവിയർ. ആരാണ്? ഗ്യാസ്പാഡ് സേവിയർ ആണ് ഏത് മികച്ച റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ പുരുഷ വിഭാഗത്തിൽ എന്ത് ചെയ്ത പുരസ്കാരം നേടിയത്. ഇനി അതുപോലെ തന്നെ റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ വനിതാ വിഭാഗത്തിൽ ആർക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരേസ ലിമ. ആരാണ്? തെരേസ ലിമയാണ് വനിതാ വിഭാഗം റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഇത്രയും കാറ്റഗറികൾ പുരസ്കാരം നേടിയ വ്യക്തികൾ ഇത്രയും വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചൊരു പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ ഹാപ്പിയാണ്. കാരണം മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെഞ്ചുറി നേടിയിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? അപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? അത് സഞ്ജു സാംസൺ. ആരാണ്? സഞ്ജു സാംസൺ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യക്കായി തന്നെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഒരു മലയാളി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അതായത് UAE ടീമിൽ അംഗമായ റിസ്വാൻ എന്ന് പറയുന്ന ഒരു മലയാളി ഓൾറെഡി തന്നെ ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത്? സഞ്ജു സാംസൺ. വളരെ കാര്യമായിട്ട് തന്നെ ഓർക്കുക. ഇനി അതുപോലെ തന്നെ IPL ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളിയും ആര് തന്നെയാണ്? സഞ്ജു സാംസൺ തന്നെയാണ്. അദ്ദേഹം ഏത് ടീമിന്റെ ക്യാപ്റ്റനാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ് ആരെന്ന് പറയുന്നത്? സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ ഗുസ്തി താരം. അപ്പോൾ ഒരു ഇന്ത്യൻ ഗുസ്തി താരം എന്ത് ചെയ്തിരിക്കുകയാണ്? അടുത്തിടെ വിരമിച്ചിരിക്കുകയാണ്. അപ്പോൾ പേര് നമുക്ക് ഓർത്ത് വയ്ക്കാം, സാക്ഷി മാലിക്. എന്താണ്? സാക്ഷി മാലിക് ആണ് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ ഗുസ്തി താരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സാക്ഷി മാലിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് സാക്ഷി മാലിക് 2016 റിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ 2016 റിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. ആരാണ്? സാക്ഷി മാലിക്. അപ്പോൾ 2016 റിയോ ഒളിമ്പിക്സിൽ എന്നാണ് സാക്ഷി മാലിക് വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. ഇതേ 2016 തന്നെയാണ് സാക്ഷി മാലിക്കിന് എന്ത് പുരസ്കാരം ലഭിച്ചതും? ഖേൽ രത്ന ലഭിച്ചത്. അപ്പോൾ 2016 സാക്ഷി മാലിക്കിന് ഖേൽ രത്ന ലഭിച്ചിട്ടുണ്ട്. ഇതേ 2016 തന്നെയാണ് റിയോ ഒളിമ്പിക്സ്. റിയോ ഒളിമ്പിക്സിൽ സാക്ഷി മാലിക് ഏത് മെഡൽ നേടിയിട്ടുണ്ട്? ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് IPLുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് IPLിലെ ആദ്യ ട്രൈബൽ താരം ആരാണ്? അത് റോബിൻ മിൻസ്. ആരാണ്? റോബിൻ മിൻസ് ആണ് IPLിലെ ആദ്യ ട്രൈബൽ താരം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ഈ അടുത്തിടയ്ക്ക് നടന്ന IPL താരലേലത്തിലൂടെ സ്വന്തമാക്കിയ ടീം ഏതാണ്? അത് ഗുജറാത്ത് ടൈറ്റൻസ്. ആരാണ്? ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്ത ലേലത്തിൽ സ്വന്തമാക്കിയ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതുപോലെ തന്നെ റോബിൻ മിൻസ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് സ്വദേശിയാണ്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഈ ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2022 IPL ജേതാക്കളാണ് ആരെന്ന് പറയുന്നത്? ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2023 IPLിലെ റണ്ണറപ്പ് ആരായിരുന്നു? അതും ഗുജറാത്ത് ടൈറ്റൻസ് തന്നെയാണ്. ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ IPLിലെ ആദ്യത്തെ ട്രൈബൽ താരമാണ് ആരെന്ന് പറയുന്നത്? റോബിൻ മിൻസ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ്. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് അടുത്തിടെ അന്തരിച്ച ഇടയ്ക്കവാദ്യ കലാകാരൻ. അപ്പോൾ ഒരു ഇടയ്ക്കവാദ്യ കലാകാരൻ എന്ത് ചെയ്തു? അടുത്തിടെ അന്തരിച്ചു. ഇതിന്റെ പേരെന്ന് പറയുന്നത് തിച്ചൂർ മോഹനൻ. എന്താണ്? തിച്ചൂർ മോഹനൻ. അപ്പോൾ തിച്ചൂർ മോഹനൻ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഇടയ്ക്കയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കുക. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് 2 നിയമനങ്ങളാണ്. അതിൽ ആദ്യം പറഞ്ഞത് എന്താണ്? റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ്. എന്തിന്റെയാണ്? റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അത് സഞ്ജയ് സിംഗ്. ആരാണ്? സഞ്ജയ് സിംഗ് ആണ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ്. അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു? അതായത് അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൻ പോളിസി കമ്മീഷന്റെ ചെയർമാൻ. എന്താണ്? അർബൻ പോളിസി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? M സതീഷ് കുമാർ. ആരാണ്? M സതീഷ് കുമാർ ആണ് അർബൻ പോളിസി കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുകൂടി ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് കുറച്ച് പുരസ്കാരങ്ങളായിരുന്നു. അതിൽ തന്നെ ISROയ്ക്ക് ലഭിച്ച ഒരു പുരസ്കാരം പറഞ്ഞു. അതായത് എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ഏത് രാജ്യത്തെ? ഐസ്ലൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ എന്ത് പുരസ്കാരമാണ്? ലെയ്ഫ് എറിക്സൺ ലൂണാർ പ്രൈസ്. എന്താണ്? ലെയ്ഫ് എറിക്സൺ ലൂണാർ പ്രൈസിന് അർഹത നേടിയ ഇന്ത്യൻ സ്ഥാപനം അത് ISRO ആണെന്ന് പറഞ്ഞു. കാര്യമായിട്ട് ഓർക്കുക. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 എന്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ആദര സൂചകമായിട്ടാണ് ഈ ഒരു പുരസ്കാരം ISROയ്ക്ക് നൽകിയെന്നുള്ള കാര്യം കൂടി ഓർക്കുക.
ഓർക്കുക. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. അതായത് മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്കാണ്? EV രാമകൃഷ്ണൻ. ആർക്കാണ്? EV രാമകൃഷ്ണനാണ്. ഇനി അതുപോലെ തന്നെ 2022 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്കാണ്? തോമസ് മാത്യുവിനാണ്. ഇതൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അതിനുശേഷം വീണ്ടും മറ്റൊരു അവാർഡ് നമ്മൾ ചർച്ച ചെയ്തു. അതായത് FIH ഹോക്കി സ്റ്റാർസ് അവാർഡ് 2023. അതിൽ തന്നെ പ്രധാനപ്പെട്ട എന്താണ് 4 കാറ്റഗറികൾ നമ്മൾ ചർച്ച ചെയ്തു. അതിലെ പുരുഷ വനിതാ വിഭാഗങ്ങൾ അങ്ങനെ 8 പേരുകളാണ് നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ളത്. അത് നമ്മൾ ആദ്യം പറഞ്ഞു മികച്ച പുരുഷ താരം ആരാണെന്ന് പറഞ്ഞു? ഹർദിക് സിംഗ് ആണെന്ന് പറഞ്ഞു. ആരാണ്? ഹർദിക് സിംഗ് ആണ്, ഇന്ത്യക്കാരനാണ്. ഇനി അതുപോലെ തന്നെ മികച്ച വനിതാ താരം ആരാണെന്ന് പറഞ്ഞു? സാൻഡി വാർഡ്. ആരാണ്? സാൻഡി വാർഡ് ആണ്. ഇനി അതുപോലെ തന്നെ മികച്ച ഗോൾ കീപ്പർ പുരുഷ വിഭാഗം ആരാണ്? അത് പെർമിൻ ബ്ലാക്ക്. ആരാണ്? പെർമിൻ ബ്ലാക്ക് ആണ്. ഇനി മികച്ച ഗോൾ കീപ്പർ വനിതാ വിഭാഗം അത് സവിത പൂനിയ. ആരാണ്? സവിത പൂനിയക്കാണ്. സവിത പൂനിയ ഇന്ത്യൻ താരമാണെന്ന് നമുക്കറിയാം. ഇനി അതുപോലെ തന്നെ ഓർത്തു വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ എന്താണ് തുടർച്ചയായുള്ള ഈ 3-ാം വർഷമാണ് എന്ത് ചെയ്യുന്നത്? സവിത പൂനിയ മികച്ച ഗോൾ കീപ്പർ വനിതാ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്നത്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് മികച്ച പുരുഷ ടീം കോച്ച് അത് ആൻഡ്രേ ഹെന്നിങ്. ആരാണ്? ആൻഡ്രേ ഹെന്നിങ് ആണ് മികച്ച പുരുഷ ടീം കോച്ച്. ഇനി അതുപോലെ മികച്ച വനിതാ ടീം കോച്ച് ആരാണെന്ന് പറഞ്ഞു? അത് ആലിസൺ അന്നൻ. ആരാണ്? ആലിസൺ അന്നൻ ആണ് മികച്ച വനിതാ ടീം കോച്ച്. ഇനി എന്താണ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ പുരുഷ വിഭാഗം ആർക്കാണെന്ന് പറഞ്ഞു? ഗ്യാസ്പാഡ് സേവിയർ. ആരാണ്? ഗ്യാസ്പാഡ് സേവിയർ ആണ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗം. ഇനി അതുപോലെ തന്നെ റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ വനിതാ വിഭാഗം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരേസ ലിമ. ആരാണ്? തെരേസ ലിമയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇനി അതിനുശേഷം ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. അപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു ചർച്ച ചെയ്തത്? അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ ഗുസ്തി താരം ആരാണ്? സാക്ഷി മാലിക്. അപ്പോൾ സാക്ഷി മാലിക് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഗുസ്തിയാണ്. ഇനി അതിനുശേഷം ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു? IPL ആദ്യ ട്രൈബൽ താരം ആരാണെന്ന് ചർച്ച ചെയ്തു. ആരാണ്? റോബിൻ മിൻസ്. ആരാണ്? റോബിൻ മിൻസ് ആണ് IPL ആദ്യ ട്രൈബൽ താരം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ അന്തരിച്ചൊരു ഇടയ്ക്കവാദ്യ കലാകാരൻ അദ്ദേഹത്തിന്റെ പേരെന്താണ്? തിച്ചൂർ മോഹൻ. എന്താണ്? തിച്ചൂർ മോഹനൻ. അപ്പൊ ഈ ഒരു പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 അർഹരായ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായിരാജ് എന്നിവർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഹോക്കി, ബി ബാഡ്മിന്റൺ, സി ഗോൾഫ്, ഡി ക്രിക്കറ്റ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം 2023 അർഹനായ മലയാളി ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഗണേഷ് പ്രഭാകർ, ബി ലളിത് കുമാർ, സി RB രമേശ്, ഓപ്ഷൻ ഡി ഭാസ്കർ അണ്ണി. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: FIH ഹോക്കി സ്റ്റാർസ് അവാർഡ് 2023 ഏറ്റവും മികച്ച പുരുഷ താരം ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹർദിക് സിംഗ്, ബി ഹർമൻപ്രീത് സിംഗ്, ഓപ്ഷൻ സി മൻദീപ് സിംഗ്, ഓപ്ഷൻ ഡി രൂപീന്ദർ പാൽ സിംഗ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഹർദിക് സിംഗ് ആണ്. നമ്മളിപ്പോൾ എന്താണ് ചർച്ച ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹർദിക് സിംഗ് ആണ് മികച്ച പുരുഷ താരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം IPL താരലേല ചരിത്രത്തിൽ ഏറ്റവും വിലയേറിയ താരമായത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പാറ്റ് കമ്മിൻസ്, ബി ഡാരൽ മിച്ചൽ, ഓപ്ഷൻ സി മിച്ചൽ സ്റ്റാർക്ക്, ഓപ്ഷൻ ഡി ഹർഷൽ പട്ടേൽ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മിച്ചൽ സ്റ്റാർക്ക് ആണ് IPL ചരിത്രത്തിലെ എന്താണ് ഏറ്റവും വിലയേറിയ താരം എന്ന് പറയുന്നത്. ഏത് ടീമാണ് സ്വന്തമാക്കിയത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ IPL താരലേല ചരിത്രത്തിൽ എന്താണ് ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ താരമാണ് ആരെന്ന് പറയുന്നത്? പാറ്റ് കമ്മിൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഏത് ടീമാണ്? അത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. ഡിസംബർ 22-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.